ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോസാണ് ഷെസ്വാൻ സോസ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 30 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തെ കുരുവൊക്കെ കളയാവുന്നതാണ്. 30 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരുപാട് സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആക്കുന്നില്ല. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസസൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സോസ് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സിന്നമൺ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കറുവപ്പട്ടയുടെ സ്റ്റിക്കായാലും ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് റിമൂവ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നന്നായിട്ട് കവർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാവുന്നതാണ്. 2-3 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. മിക്കവാറും ഉള്ള ചൈനീസ് റെസിപ്പീസിലെല്ലാം ഈ ഒരു സോസ് യൂസ് ചെയ്യും. അതുപോലെ വീട്ടിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സോസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.